എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതാ കണ്ടില്ലേ, നമ്മുടെ മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ML ജേക്കബ് മെമ്മോറിയൽ ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയം. ആ ഇൻഡോർ സ്റ്റേഡിയമാണ് കാണുന്നത്. വുഡൻ പാനലൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള മത്സരങ്ങൾ വരെ സംഘടിപ്പിക്കാൻ തരത്തിലുള്ള ഒരു ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ വുഡൻ പാനലടക്കം ചെയ്തു തീർത്തുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയം സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറെ കാലത്തിന് ശേഷമാണ് നമ്മുടെ ചാലക്കുടിയിൽ ഒരു വോളിബോൾ ടൂർണമെൻറ്റിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വുഡൻ പാനലിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇത് ഒരുക്കാനായിട്ട്, ഈ വുഡൻ പാനൽ ഒരുക്കാനായിട്ട് നമ്മുടെ MLA സനീഷ് കുമാർ ജോസഫ് എടുത്തിട്ടുള്ള എഫേർട്ട് പ്രത്യേകം എടുത്തു പറയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നേരിട്ടുള്ളൊരു ഇടപെടൽ തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഇതിന് ഫണ്ട് അനുവദിച്ചെങ്കിലും സനീഷ് കുമാർ ജോസഫിൻ്റെ ഇടപെടൽ തന്നെയാണ് ഈ വുഡൻ പാനൽ ഇവിടെ കൃത്യമായിട്ട് തന്നെ തീർക്കാനും അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ മത്സരങ്ങൾ സംഘടിപ്പിക്കാമെന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റിയതെന്നുള്ള കാര്യം കൂടി പറയുകയാണ്. ചാലക്കുടി ഫുട്ബോളിന് ഏറെ പേര് കേട്ട ഒരു സ്ഥലമാണ്. ഒരുപാട് കായിക താരങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലൊക്കെ തന്നെ ഒരു ചരിത്രം വോളിബോളിനുമുണ്ട്. നിരവധിയായിട്ടുള്ള വോളിബോൾ ടൂർണമെൻറ്റുകൾ നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ചാലക്കുടി. ഫെഡറേഷൻ വോളി അടക്കമുള്ള നിരവധി വോളിബോൾ ടൂർണമെൻറ്റുകൾ, പ്രധാനപ്പെട്ട വോളിബോൾ ടൂർണമെൻറ്റുകൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ചാലക്കുടി. ചാലക്കുടിക്കാർക്കറിയാം, ചാലക്കുടി നഗരസഭ ആഫീസിരിക്കുന്ന സ്ഥലം പണ്ട് വോളിബോൾ ടൂർണമെൻറ്റ് നടക്കുന്ന, വോളിബോൾ മത്സരങ്ങൾ നടക്കുന്ന ഒരു വേദിയായിരുന്നു. അവിടെ കോർട്ടുണ്ടായിരുന്നു. ആ കോർട്ടിലായിരുന്നു മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ചാലക്കുടി വോളിബോൾ ക്ലബിൻ്റെ ഒരു രൂപാന്തരീകരണം, ചാലക്കുടി വോളിബോൾ ക്ലബ്ബ് വന്നതോട് കൂടിയിട്ടാണ് ഈ ചാലക്കുടിയിലെ വോളിബോൾ മത്സരങ്ങൾക്ക് മറ്റൊരു ദിശയും ഗതിയും ഒക്കെ വന്നത്. നിരവധി മത്സരങ്ങൾ സംഘടിപ്പിക്കണം. നമുക്കറിയാം, വൈകുന്നേരം സമയങ്ങളിൽ നമ്മുടെ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ സൈഡിലൂടെ NH പോകുമ്പോൾ കുറേ പേര് അവിടെ വോളിബോൾ കളിക്കുന്നത് കാണാം. അത് ചാലക്കുടി വോളിബോൾ ക്ലബ്ബാണ്. ഈ ചാലക്കുടി വോളിബോൾ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് വോളിബോൾ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചാലക്കുടി നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ 16, 17, 18, 19 തീയതികളിലായിട്ട് സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ്, പുരുഷ വനിതാ ടീമുകളുടെ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു ടൂർണമെൻറ്റായിട്ട്, മത്സരമായിട്ടാണ് ഇതിൻ്റെ സംഘാടകർ ചാലക്കുടി വോളിബോൾ ക്ലബ്ബും ജില്ലാ വോളിബോൾ അസോസിയേഷനും സംയുക്തമായിട്ട് നടത്തുന്ന ഈ ടൂർണമെൻറ്റ് ഏറെ അഭിമാനകരമാണ് ചാലക്കുടിക്ക്. ഒപ്പം നമ്മുടെ ഈ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരങ്ങളെല്ലാം നടക്കുന്നത്. ഇന്ന് 16-ാം തീയതി നോർത്ത് സോൺ മത്സരങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ ആതിഥേയ ജില്ലയായിട്ടുള്ള തൃശ്ശൂർ ജില്ലാ ടീം വളരെ ശക്തമാണ്. വനിതാ പുരുഷ ടീമുകൾ മത്സരിക്കുന്നുണ്ട്. കാലത്ത് വനിതാ ടീമുകളുടെ മത്സരം, ഉച്ച കഴിഞ്ഞ് പുരുഷ ടീമുകളുടെ 5 മത്സരവുമാണ് നടക്കുന്നത്. എല്ലാ വോളിബോൾ പ്രേമികളെയും, ഒരു കാലഘട്ടത്തിൽ മനോഹരമായ സ്മാഷുകളും പ്ലേസിങ്ങുകളും സ്റ്റോപ്പറുകളും ഒക്കെ നേതൃത്വം കൊടുത്ത ഒരുപാട് നൊസ്റ്റാൾജിയ പേറുന്ന വോളിബോൾ കായിക താരങ്ങളും വോളിബോൾ ആസ്വാദകരും ആരാധകരും ഒക്കെ ചാലക്കുടിയിലുണ്ട്. എല്ലാവരെയും ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക്, ML ജേക്കബ് മെമ്മോറിയൽ ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നാൽപ്പതാമത് സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ചാലക്കുടി നഗരസഭ ML ജേക്കബ് മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടങ്ങി. MLA സനീഷ് കുമാർ ജോസഫിൻ്റെ ഊർജിത ഇടപെടലിൽ വുഡൻ പാനൽ, ഇലക്ട്രിക്കൽ സജ്ജീകരണം, പെയിൻറ്റിംഗ് തുടങ്ങിയവ സർക്കാർ ഫണ്ട് 1 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് അവസാനവട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ML ജേക്കബ് മെമ്മോറിയൽ ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ആദ്യ ടൂർണമെൻറ്റാണിത്. തൃശ്ശൂർ ജില്ലാ വോളിബോൾ അസോസിയേഷനും ചാലക്കുടി വോളിബോൾ ക്ലബ്ബും സംയുക്തമായി സംഘാടകരാകുന്ന സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ നിർവഹിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ബിനോയ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ടീമിനുള്ള ജേഴ്സി വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ട്രുമഠത്തിൽ നിർവഹിച്ചു. ഒഫീഷ്യൽസിനുള്ള ജേഴ്സി വിതരണം സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാറും ബോൾ ബോയ്സിനുള്ള ജേഴ്സി വിതരണം സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശന് നിർവഹിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ വിശദീകരണം കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി C സത്യൻ അവതരിപ്പിച്ചു. കൗൺസിലർമാരായ നിത പോൾ, ബിന്ദു ശശികുമാർ, ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ, തൃശൂർ ജില്ലാ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് P ശിവകുമാർ, സെക്രട്ടറി ജോഷി ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിവസമായ ഇന്നും 2ാം ദിവസമായ നാളെയും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ ടീമുകൾ പങ്കെടുക്കുന്ന നോർത്ത് സോൺ പുരുഷ വനിതാ മത്സരങ്ങൾ നടക്കും. ആദ്യ ദിനത്തിൽ വനിതാ മത്സരത്തിൽ 3 സെറ്റുകൾ നേടി തൃശൂർ വനിതാ ടീം കാസർഗോഡ് ടീമിനെ പരാജയപ്പെടുത്തി. ഇപ്പോൾ വിശിഷ്ട വ്യക്തികൾ പരിചയപ്പെടുന്നു. കാസർഗോഡ് ജില്ലാ ടീം എൻ്റെ ഈ ടീം ഒന്നില്ല എനിക്ക്
പനമ്പള്ളി രാഘവമേനോൻ, അതുപോലെ തന്നെ ജോർജ് ട്രൂപ്പ്, ജോസ് ട്രൂപ്പ്, അതുപോലെ തന്നെ കണ്ണൻ ചേട്ടൻ. അപ്പൊ ഈ ഇതിനു വേണ്ടി ഇന്ന് വരെ സഹായിച്ച എല്ലാവരും ഓർമ്മ പുതുക്കുന്ന ഈ ടൂർണമെന്റ് നാളെയും വോളി ക്ലബിന് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എനിക്ക് ഈ വോളിബോൾ മത്സരത്തിന്റെ ഉദ്ഘാടന വേളയിൽ അനുമോദിക്കാനുള്ള നമ്മുടെ പ്രിയങ്കരനായ MLA ആണ്. കാരണം ഈ സ്റ്റേഡിയം ഒരു ഇന്റർനാഷണൽ തലത്തിൽ ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ നടത്തി മനോഹരമാക്കാൻ ശ്രമിച്ച് ഗവൺമെൻറ്റിൽ നിന്നും അതിന് ഫണ്ടും പോൾ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അതിനുള്ള അനുമതിയും വാങ്ങിച്ച MLA മുക്തകണ്ഠം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അനുമോദിക്കുകയാണ്. ഒരു കായിക മത്സരത്തിൻ്റെ ഉദ്ഘാടന സമയം നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല. എല്ലാവർക്കും നന്നായി കളിക്കട്ടെ. ഇത് ആസ്വദിക്കാനുള്ള, കാണാനുള്ള ഒരു മനസ്സും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കാഴ്ചപ്പാടുമുള്ളവരാണ് ചാലക്കുടിയിലെ നിവാസികൾ എന്നതുകൊണ്ട് നിങ്ങളുടെ മത്സരം ഇവർ ഏറ്റെടുക്കും. നിങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനം തരും. പ്ലേ ദ ഗെയിം ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദ ഗെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മത്സരം എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, മത്സരം എന്ന് പറയുന്നത് നമുക്ക് പങ്കെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ പങ്കെടുത്ത് നിങ്ങൾക്ക് കഴിവുകൾ തെളിയിക്കാൻ കഴിയട്ടെ. ഒരു പുതിയ കായിക സംസ്കാരം, ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള കായിക സംസ്കാരത്തിന് തുടക്കം കുറിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞ കുറേ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം നടന്നു. പക്ഷേ ഇതിൻ്റെ ഫ്ലോറിങ് നമുക്ക് നടത്താനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ഇന്റർനാഷണൽ നിലവാരത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഫ്ലോറിങ് നടത്താനായിട്ട് സാധിച്ചത്. ഇന്ന് ആ ഫ്ലോറിങ് നടത്തിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ മത്സരമാണ് സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കളിച്ചു വളരുന്ന കുട്ടികൾ നാളുകളിൽ ഈ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന വലിയ താരങ്ങൾ ഇവിടുന്ന് വളർന്നു വരട്ടെ. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് വോളിബോളിനും അതുപോലെ തന്നെ ബാസ്കറ്റ് ബോളിനും ഷട്ടിലും ഒക്കെ നമ്മുടെ കായിക സംസ്കാരത്തിന് ഒരു മാറ്റുകൂട്ടാൻ അല്ലെങ്കിൽ അത് വളർന്നു വരുവാൻ സാധിക്കട്ടെ. വോളിബോൾ കളിച്ച് ഇൻകം ടാക്സിന് ജോലി വാങ്ങിച്ചതിന് ശേഷം അത്രമാത്രം എൻ്റെ തറവാട്ടിലെ വോളിബോൾ കോർട്ടുണ്ട്. അപ്പച്ചന്മാരും ഞങ്ങളെല്ലാം അവിടെ ഒരു ദിവസം കളിക്കണം, പള്ളിയുണ്ട്. അങ്ങനെ വോളിബോളുമായിട്ട് അത്രമാത്രം അതിന് ചേർന്ന ഒരു ജീവിതമാണ്. അത്ര ഇഷ്ടമുള്ള ഒരു കളിയാണ് വോളിബോൾ. ഞാൻ വേറെ ഒന്നും കളിച്ചിട്ടില്ല ജീവിതത്തിൽ. വോളിബോൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അടിക്ക്